മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു വെച്ചു. എന്താണ് റിലേഷൻ? സബ്സെറ്റ് ഓഫ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് കോൾഡ് റിലേഷൻ. ഈ റിലേഷനിൽ പർട്ടിക്കുലർ റിലേഷനെ കുറിച്ച് പറയുന്ന പേരാണ് ഫങ്ഷൻ. എന്താണ് ആ പർട്ടിക്കുലാരിറ്റി? രണ്ട് പർട്ടിക്കുലാരിറ്റിയാണ് ഉള്ളത്. ഒന്ന്, എക്സ് വാല്യൂസ് റിപ്പീറ്റഡ് ആകാൻ പാടില്ല. എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എലമെൻറ്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷന് പറയുന്ന പേരാണ് ഫങ്ഷൻ. ഇപ്പം എക്സാമ്പിൾ നോക്കൂ. ഇത് ഒരു ഫങ്ഷൻ്റെ തന്നെ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫങ്ഷനാണ്. ഇതിനെ നമുക്ക് ആരോ ഡയഗ്രാം എന്നാണ് റിലേഷനിൽ പറയുക. ഫങ്ഷനിൽ ഇതിനെ മാപ്പിംഗ് എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇത് എ ബി സി ആണ്. 1 2 3 ആണെങ്കിൽ ഇവിടുന്ന് എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമേജസ് ഉണ്ടായിരിക്കണം. ഒരു എക്സ് പോലും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വേക്കൻ്റ് ആയി കിടക്കുന്നില്ല. എല്ലാത്തിനും കറസ്പോണ്ടിങ് ഇമേജസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഒരു എക്സ് പോലും റിപ്പീറ്റഡ് ആയാൽ ഇത് ഫങ്ഷൻ ആവില്ല. ഇപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയി, സിക്ക് 2 സിക്ക് 3 ഇത് റിപ്പീറ്റഡ് ആയി. അപ്പോൾ ഇത് ഫങ്ഷൻ അല്ല. അപ്പോൾ ഇത് മാച്ച് കളഞ്ഞാൽ ഇത് എന്തായി മാറി? ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് ഫങ്ഷനായി മാറി. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ഇമേജസ് ഉണ്ടായിരിക്കണം. ഒരു എക്സിന് പോലും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇമേജ് പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷന് പറയുന്ന പേരാണ് ഫങ്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഈ എക്സ് വാല്യൂസിന് പറയുന്നതാണ് ഡൊമെയിൻ എന്നും ഈ വൈ വാല്യൂസിന് റേഞ്ച് എന്നും പേര് പറയാം, അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജിൻ്റെ കറസ്പോണ്ടിങ് ഈ സിക്ക് എന്ത് പേര് പറയാം? പ്രീ ഇമേജ് എന്നും പറയാം. അപ്പോൾ ഇതാണ് ഫങ്ഷൻ. ഇനി എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ഈ ഫങ്ഷൻസിനെ നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുന്നതും എഫ് പ്ലസ് ജി ചെയ്താൽ കിട്ടുന്നതും ഫങ്ഷനാണ്. എഫ് മൈനസ് ജി ചെയ്താൽ കിട്ടുന്നതും ഫങ്ഷൻ തന്നെയായിരിക്കും. എഫ് ഇൻറ്റു ജി ചെയ്താൽ കിട്ടുന്നതും ഫങ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ എഫ് ബൈ ജി ചെയ്താൽ ജി നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷനിലാണ് നമ്മളതിനെ ഫങ്ഷൻ എന്ന് പേര് പറയുക. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൊമെയിൻ ഓഫ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല ഫങ്ഷൻ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 1ന് ഒരിക്കലും 0 വരരുത്. അപ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 നമ്മൾ എടുക്കുക. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 1 വന്നു. അതായത് എല്ലാ റിയൽ നമ്പറിൽ നിന്നും 1 എന്ന് പറയുന്ന ആ ഒരു റിയൽ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. 1 എന്ന് പറഞ്ഞ റിയൽ നമ്പർ ഇവിടെ കൊടുത്താൽ 1 മൈനസ് 1 0 ആവും. അപ്പോൾ ഈ ഫങ്ഷനെ അല്ലാതാവും. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഡൊമെയിൻ ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ മൈനസ് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആർ ഈക്വൽ ടു എക്സ് എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. റൈറ്റ് ദ റോസ്റ്റർ ഫോം. ഈസ് ഇറ്റ് എ ഫങ്ഷൻ? അപ്പോൾ നമുക്ക് 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതാം. അപ്പോൾ 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 3 5 7 ഇതാണ് 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഇനി അതിനെ എക്സ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ എടുക്കാൻ പോവാണ്. ആ ഫംഗ്ഷൻ ആർ ഈക്വൽ ടു 2 എടുത്താൽ അതിൻ്റെ ക്യൂബ് എന്ത് വന്നു? 8. ഇനി 3 എടുത്തു, അതിൻ്റെ ക്യൂബ് 27. 5 എടുത്തു, അതിൻ്റെ ക്യൂബ് 125. 7 അതിൻ്റെ ക്യൂബ് 343. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതി. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ? കാരണം ഇവിടെ വരുന്ന ഡൊമൈൻ 2 3 5 7 കണ്ടോ, ഈ ഡൊമൈൻ എല്ലാത്തിനും കറസ്പോണ്ടിങ് ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായി മാറി? ഒരു ഫംഗ്ഷനായി മാറി. അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്കൊരു ഫംഗ്ഷനായി. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 2 3 5 7 ആണ്. അതുപോലെ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 27 125 3 4 3 ഇതാണ് റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A that is equal to 1 2 3 4, B equal to 1 5 9 11 15 16.
ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ അവർ തന്നിരിക്കുക. എഫ് ഈക്വൽ ടു നമുക്കറിയാം, എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 5 2 9, അതേപോലെ 3 1 4 5 2 1. State with the reason whether f is a relation or a function. അപ്പോൾ ഇത് നമുക്കൊരു റിലേഷൻ ആണോ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ എ എന്ന് പറയുന്ന എലമെൻറ്റിൽ 1 2 3 4 ആണുള്ളത്. എ എന്ന് പറയുന്ന എലമെൻറ്റിൽ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. പക്ഷെ 2 എന്ന് പറയുന്നത് ഇവിടെ റിപ്പീറ്റഡ് ആയി. അപ്പോൾ 2 ഇവിടെ റിപ്പീറ്റഡ് ആയി എന്നുണ്ടെങ്കിൽ എന്താ, ഒരു എക്സിന് കറസ്പോണ്ടിങ് 2 ഇമേജ് വന്നു. അതാണ് 2വിന് കണ്ടോ 9ഉം വന്നു. നമ്മളിപ്പോൾ ആരോ ഡയഗ്രാമിൽ ഇതിനെ മാർക്ക് ചെയ്താൽ 2 എന്ന് പറയുന്നതിന് ഇവിടെ 1ഉം വന്നു, 2വിന് 9ഉം വന്നു. ദാറ്റ് മീൻസ് ഇവിടെ വരുന്ന ഈ എക്സ് വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ എക്സ് വാല്യൂ റിപ്പീറ്റഡ് ആയാൽ കണ്ടോ 9ൻ്റെ പ്രീ ഇമേജും 2 ആണ്, 1ൻ്റെ പ്രീ ഇമേജും 2 ആണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ അല്ല, ഇതൊരു റിലേഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റീസൺ എന്താ നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുക? ഇവിടെ എക്സ് ഈസ് റിപ്പീറ്റഡ്, എക്സിൻ്റെ ഇമേജസ് 2ഉം 9ഉമാണ്. 1ൻ്റെയും 9ൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രീ ഇമേജസ് 2 ആണ്. അതിനാൽ ഇതൊരു ഫംഗ്ഷൻ അല്ല. ഹിയർ എക്സ് വാല്യൂ ഈസ് റിപ്പീറ്റഡ്. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിനും റേഞ്ചും ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഓൾ റിയൽ നമ്പറിൽ നിന്നും 2 സബ്ട്രാക്ഷൻ ചെയ്താൽ കിട്ടുന്നതാണ് ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എന്ത്, ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ. ഞാനപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ ആണ്. ഞാൻ ആ വൈക്ക് കൊടുത്തു. അപ്പോൾ y ഇൻറ്റു എക്സ് മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വൈ എക്സ് മൈനസ് 2y ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. എല്ലാ എക്സിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ y എല്ലാം ഒരു സൈഡിലേക്ക്, വൈയും കോൺസ്റ്റൻറ്റും കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൽ നിന്നും എക്സിനെ ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ ഇത് 2y പ്ലസ് 2y മാറി. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇത് വന്നു. ഇനി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, 2y പ്ലസ് 2 ബൈ വൈ മൈനസ് 1. ഓക്കെ, y ഈക്വൽ ടു എന്നെടുക്കുന്നതിന് പകരം ഇവിടെ എക്സ് ഈക്വൽ ടു എന്നെടുത്തു അല്ലേ. എക്സ് ഈക്വൽ ടു എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ y മൈനസ് 1, y മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പം ഞാൻ 0 എന്ന് കൊടുത്താൽ എനിക്ക് yക്ക് 1 എന്നൊരു ആൻസർ കിട്ടി. ഈ ആൻസർ എല്ലാ റിയൽ നമ്പറിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്താൽ ഇതാണ് റേഞ്ച് ആയിട്ട് വരുന്നത്, റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ റേഞ്ച് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2. എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയുണ്ടോ അവിടെയൊക്കെ മൈനസ് കൊടുത്തു, മൈനസ് എക്സ്. ഓക്കെ, ഇനി എഫ് ഓഫ് 0 കാണാൻ പറഞ്ഞേക്കാം. എഫ് ഓഫ് 0, അപ്പോൾ ഇവിടെ 0 പ്ലസ് 2, 0 മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 കിട്ടി. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി അവർ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് 0 ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താ, എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു ഇത് നമുക്ക് എന്താ കിട്ടിയത്, മൈനസ് എക്സ് പ്ലസ് 2 ബൈ മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ എക്സ് പ്ലസ് 2 ഇൻ പ്ലസ് എഫ് ഓഫ് 0 എന്താണ്, മൈനസ് 1. ഇനി എന്താ ചെയ്തു, ഇതും കൂടി കട്ട് ചെയ്തു. അപ്പോൾ ഒരു മൈനസ് വന്നു. ഇതിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ നമുക്ക് ഇതും കട്ട് ചെയ്ത് പോകും അല്ലേ. നോക്കി, 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ എക്സ് മൈനസ് എന്ത് വന്നു, 2 വന്നു, ബൈ നമുക്ക് ഇവിടെ നിന്ന് 1 വന്നു, പ്ലസ് നെഗറ്റീവ് 1 വന്നു. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്തുണ്ട്, നെഗറ്റീവ് 1ഉം നെഗറ്റീവ് 1ഉം ഇത് രണ്ടും കൂടി പോസിറ്റീവായി. അപ്പോൾ നമുക്ക് 1 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 0 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 മൈനസ് എക്സ്. എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 4.
നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഫ് പ്ലസ് ജി ചെയ്യാണ്. എഫ് പ്ലസ് ജി എന്ന് വെച്ചാൽ 4 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് 4. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇതും കൂടി കട്ട് ചെയ്ത് പോയി, ഇതും കൂടി കട്ട് ചെയ്ത് പോയി. നമുക്ക് ആൻസർ 0. ഓക്കെ, ഇനി നമുക്ക് എഫ് മൈനസ് ജി ചെയ്യാം. എഫ് മൈനസ് ജി, അപ്പോൾ 4 മൈനസ് എക്സ് മൈനസ് ഓഫ് എക്സ് മൈനസ് 4. അപ്പോൾ നമുക്കിവിടുന്ന് എന്താ വന്നത്? 4 മൈനസ് എക്സ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4, അതായത് 8 മൈനസ് 2x നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി. അടുത്ത് എഫ് ബൈ ജി കണ്ടിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ എഫ് ബൈ ജി എന്നാൽ 4 മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 4. അപ്പോൾ എനിക്ക് എന്ത് വന്നു? എഫ് ബൈ ജി കണ്ടു. ഇനി ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ എക്സ് മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൾ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് ഈക്വൾ ടു 4. അപ്പോൾ ഡൊമൈൻ എന്താണ്? ഓൾ റിയൽ നമ്പറിൽ നിന്നും 4 എന്ന് പറയുന്നതിനെ മൈനസ് ചെയ്തു. ഇതാണ് ഡൊമൈൻ. ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ചാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ y എന്ന് കൊടുത്തു. അപ്പോൾ 4 മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 4 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൾ ടു 4 മൈനസ് എക്സ് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. YX 4y ദാറ്റ് ഇസ് ഈക്വൾ ടു 4 മൈനസ് എക്സ്. ഇനി ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? എക്സിനെ കൊണ്ടുവരികയാണ്. YX പ്ലസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു 4y മൈനസ് 4. അപ്പോൾ എക്സ് ഔട്ട് സൈഡിൽ വന്നാൽ y പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൾ ടു 4y മൈനസ് 4. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് വരും? എക്സ് ഈക്വൾ ടു 4y മൈനസ് 4 ഡിവൈഡഡ് ബൈ y പ്ലസ് 1. ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടി അല്ലേ? എക്സിൻ്റെ ഫോമിൽ. ഇതിൻ്റെ ഉള്ളിൽ ഡിനോമിനേറ്ററിൽ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ 0 ആവും. അപ്പം -1 വരാൻ പാടില്ല. അപ്പോൾ റേഞ്ച് ആയിട്ട് എന്താ നമുക്ക് എഴുതേണ്ടത്? റേഞ്ച് ദാറ്റ് ഇസ് ഈക്വൾ ടു ഓൾ ആറിൽ നിന്നും -1 സബ്ട്രാക്ഷൻ ചെയ്യണം. കണ്ടോ, ഇത് മനസ്സിലായി? ഇത് നോക്കിയാൽ അപ്പോൾ റേഞ്ച് കണ്ടുപിടിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് 2. നമുക്ക് തന്നിരിക്കുകയാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് 2. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. ഡൊമൈൻ കണ്ടുപിടിക്കാൻ ഡൊമൈൻ ദാറ്റ് ഇസ് ഈക്വൾ ടു ഓൾ റിയൽ നമ്പർ, റേഞ്ച് ദാറ്റ് ഇസ് ഈക്വൾ ടു ഓൾ റിയൽ നമ്പർ. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷൻ എന്താണ്? ഒരു ലീനിയർ ഫംഗ്ഷനാണ്, ഒരു ലൈനായിട്ടുള്ള ഫംഗ്ഷനാണ്. അതിന് ഏത് നമ്പർ വേണമെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാം, നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കൊടുക്കുന്നതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്, കിട്ടുന്നതിനെ നമുക്ക് എന്ത് പേര് പറയാം? റേഞ്ച് എന്ന് പറയാം. എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇരിക്കുക, 2 കണ്ടീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റാത്തതിനുള്ളൂ. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കില്ല. അതുപോലെ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, അതും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല. ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അത് ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ അല്ലാത്ത ബാക്കി എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പേര് പറയും? ഡൊമൈൻ എന്ന് പറയും. കിട്ടുന്നതിനെ നമ്മൾ എന്ത് പേര് പറയുക? റേഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും 6 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൾ ടു mod x പ്ലസ് 1. mod x പ്ലസ് 1 ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഒരു നമ്പർ ലൈനെ 3 പാർട്ടാക്കി കഴിഞ്ഞാൽ, ഇതാണ് നമ്പർ ലൈൻ, 3 പാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ്, ഞാൻ നെഗറ്റീവ് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 ആകുന്നില്ല, റൂട്ട് വരുന്നില്ല നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് നമ്പറും ഇവിടെ കൊടുക്കാം. അപ്പം നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 6 ആൻസർ. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാലോ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ നെഗറ്റീവ്സ് ഒക്കെ കൊടുത്തു. ഇപ്പം -1 കൊടുത്താൽ 2 ആയി മാറി. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3 ആയി മാറി. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനി 0 കൊടുത്തു 1 ആയി മാറി, 1 കൊടുത്തു 2 ആയി മാറി. അപ്പോൾ എനിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 1 ആണ്. അപ്പോൾ 1 തുടങ്ങി എനിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും പോസിറ്റീവ് ഇൻഫിനിറ്റി 1 കിട്ടും. നമുക്ക് 1 കിട്ടും. അപ്പോൾ 1 ഇൻക്ലൂഡിങ് ആണ്. ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആയിട്ട് വയ്ക്കുക. ഏത് വാല്യൂ വരെ വേണമെങ്കിലും ഇൻഫിനിറ്റിക്ക് അവിടെ ഇങ്ങനെ തുടർന്ന് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് 5 ആണ് കൊടുക്കണമെങ്കിൽ 6 കിട്ടും, -10 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 11 കിട്ടും. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഇനി അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് 2. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കൊടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ ഇതിന് 6 ആണ് വരുന്നത് ഡൊമൈൻ.
ഇനി റേഞ്ച് ആണെങ്കിലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്പർ ലൈനിൽ 3 ആയിട്ടാണ് നമ്പർ ലൈനെ ഡിവൈഡ് ചെയ്യുക. നെഗറ്റീവ് പാർട്ട്, പോസിറ്റീവ് പാർട്ട്, 0. ഇപ്പോൾ നമുക്കിത് ഓരോന്ന് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 0 കൊടുത്തു. 0 കൊടുത്താൽ -2 ആണ് എനിക്ക് വരിക. ഇനി 1 കൊടുത്താലോ, 1 കൊടുത്താൽ 1 - 2, ദാറ്റ് മീൻസ് -1 ആണ് വരിക. -1 വന്നു, -1. ഇനി 2 കൊടുത്താലോ 4 - 2, ദാറ്റ് മീൻസ് 2 ആണ്, പോസിറ്റീവ് നമ്പറാണ് വരിക. ഇനി അതുപോലെ ഇവിടെ നിന്ന് 4 കൊടുത്താലോ 16 വരും. 16ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പം എന്താ വരിക? പോസിറ്റീവ് നമ്പറാണ് വരുന്നത്. ഈ ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്താലും അതൊക്കെ സ്ക്വയർ ആയാൽ പോസിറ്റീവ് നമ്പർ ആവും. ഏത് പോസിറ്റീവ് നമ്പർ കൊടുത്താലും അതെല്ലാം സ്ക്വയർ ആയി കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് നമ്പർ ആവും. പക്ഷേ ഇവിടെ 0 കൊടുത്താൽ -2 കിട്ടും. ഓക്കെ, അതേപോലെ -1 കൊടുത്തു കഴിഞ്ഞാലോ +1 കൊടുത്താലോ കിട്ടുന്നത് നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ എവിടം തുടങ്ങി എവിടം വരെ കിട്ടും? കൊടുക്കുന്നത് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ കിട്ടുന്നത് എന്തേ കിട്ടുള്ളൂ? നമുക്ക് 0 കൊടുക്കുമ്പോൾ -2, ഏറ്റവും ചെറിയ നമ്പറായിട്ട് 0 കൊടുത്താൽ കിട്ടുന്നത് -2 ആണ്. അപ്പം -2 തുടങ്ങി +∞ വരെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്കവിടെ കിട്ടാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? ഒരു നമ്പർ ലൈൻ അങ്ങനെ തന്നെ വരിക. നമ്പർ ലൈനിൽ 3 പാർട്ടാണ്. അപ്പോൾ 0 ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് കിട്ടുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്ത് പേര് പറയുക, റേഞ്ച് കാണുക. കൊടുക്കുന്നതാണ് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്നുണ്ടോ, ഡിനോമിനേറ്ററിൽ 0 വരുന്നുണ്ടോ എന്ന് നോക്കുക കൊടുത്തു നോക്കുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വാല്യൂസും ഇപ്പോൾ റൂട്ടില്ല. അപ്പോൾ റൂട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ നോക്കണ്ട. ഇനി ഇപ്പോൾ ഡിനോമിനേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അതും നോക്കണ്ട. അപ്പോൾ ഇതൊന്നും റൂട്ടില്ല, ഡിനോമിനേറ്ററും ഇല്ല. അപ്പോൾ ഇതിനൊക്കെ നോക്കുക വേണ്ട. ഇതിൻ്റെ ആൻസർ എത്ര പെട്ടെന്ന് നമുക്ക് എഴുതാം, ഓൾ റിയൽ നമ്പർ എന്ന് എഴുതാം. പക്ഷെ കിട്ടുന്നതിനെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കണം. അപ്പോൾ 3 പാർട്ടായിട്ട് തിരിച്ച് 3 പാർട്ടും അപ്ലൈ ചെയ്യുക. മനസ്സിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്? അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇത്രയും ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്, പഠിക്കേണ്ടതും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷൻ്റെ ഗ്രാഫുകൾ, ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, അതിൻ്റെ ഗ്രാഫാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ.